ബിങ്കോ, ലേസ്, അതുപോലത്തെ പല തരത്തിലുള്ള പൊട്ടാറ്റോ ചിപ്സും ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഈ ചിപ്സ് പലപ്പോഴും നമ്മൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് പൂച്ചയ്ക്കോ പട്ടിക്കോ അല്ലെങ്കിൽ ഈവൻ ഉറുമ്പേ പോലും പലപ്പോഴും എടുക്കാറില്ല. ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഈയിടെ ഉണ്ടായി. അതായത് നമുക്ക് തന്നെ അത് അനുഭവിച്ച് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലൊരാൾ വന്നായിരുന്നു, ലേസ് ചിപ്സുമായിട്ടാണ് വന്നത്. അപ്പം പുള്ളി കഴിച്ചിട്ട് ബാക്കി കുറച്ച് വെളിയിൽ വെച്ച് ആക്ച്വലി മറന്നുപോയി. പിറ്റേ ദിവസം ഞാനത് നോക്കുമ്പോഴാണ് എല്ലാം അതുപോലെ തന്നെ വളരെ സേഫായിട്ടിരിപ്പുണ്ട്. ഒരു ഉറുമ്പിൻ്റെ കുഞ്ഞു പോലും അതുപോയി എടുത്തിട്ടില്ല. സാധാരണ ഉറുമ്പ് അത് പെട്ടെന്ന് പോയി ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, എസ്പെഷ്യലി സ്വീറ്റ്സ്, കാർബ്സ്, അതുപോലത്തെ സാധനങ്ങൾ. പക്ഷേ ഈ ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് അത് തൊട്ടിട്ടില്ല, പൊട്ടിച്ച് വെച്ചേക്കുമായിരുന്നു, അത് തൊട്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, അതിനകത്ത് ഇഷ്ടം പോലെ ആക്ച്വലി ഈ ഉറുമ്പിനെ റിട്ടാർഡ് ചെയ്യുന്നതായിട്ടുള്ള സ്മെല്ലുകൾ, ഓക്കെ, അതായത് പല കെമിക്കൽ സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ടേസ്റ്റ് മേക്കേഴ്സ്, അതുപോലെ തന്നെ കളറിങ് ഏജൻറ്റ്, പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ചേർന്നാണ് വരുന്നത്. ഓക്കെ, കാരണം ലോങ് ആയിട്ടുള്ള ഷെൽഫ് ലൈഫ് വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ അല്ലാത്തതായിട്ടുള്ള ഭക്ഷണങ്ങളെ കാണുമ്പം ഈ നാച്ചുറലായിട്ടുള്ള ജീവികൾക്ക് സാധാരണ ഇതുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വരും. ഓക്കെ, താല്പര്യം കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതെടുക്കാതെ. ഇപ്പം പല ഫ്രൂട്ട്സ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അല്ലേ. ഫ്രൂട്ട്സ് എല്ലാം അതുപോലെ ഇരിക്കും. ഒരു ഈച്ചയോ അല്ലെങ്കിൽ ഒരു ജീവിയോ അതിനെ ഒന്ന് കടിക്കത്തില്ല, അറ്റാക്ക് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കാരണം ഇതിനകത്ത് ഇഷ്ടം പോലെ ഈ ഫഞ്ചിസൈഡ് മാത്രമല്ല അതുപോലത്തെ ഇൻസെക്ടിസൈഡ് കാര്യങ്ങളൊക്കെ ചേർന്നാണ് വരുന്നത്. ഇത് പെട്ടെന്ന് നമ്മളിലൊരു മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലിവർ, ഓക്കെ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസൊക്കെ വരാൻ ഒരുപക്ഷെ വളരെ വലിയ കാരണമാണ്. ഓക്കെ, ഞാൻ വേറെ ഒന്നും അധികമായിട്ടൊന്നും കഴിക്കാറില്ല, ഈ നോൺ വെജ് പോലും കഴിക്കാറില്ല, എന്നിട്ട് നമുക്കിത് വരുന്നു എന്ന് പല കേസുകളിലും പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന പ്രിസർവേറ്റീവ്സോ, നമ്മളറിയാതെ കഴിക്കുന്ന പ്രിസർവേറ്റീവ്സ്, അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡുകൾ, പലപ്പോഴും ഈ എന്താ പറയണ്ടേ, നമ്മൾ വളരെ ഹാംഫുള്ളാണ് അല്ലെങ്കിൽ നമുക്ക് ബെനിഫിഷ്യലാണെന്ന് കരുതുന്ന പല സാധനത്തിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഇത് കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയില് കാര്യങ്ങളൊക്കെ വളരെ എന്തുമാത്രം സേഫാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാത്തതാണ്. അതിൻ്റെ കവറിലൊന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ വേറൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും വെളിയിൽ നിന്ന് മേടിച്ചപ്പോൾ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കയോ മാസത്തിൽ 2 പ്രാവശ്യം കഴിക്കുന്നതല്ല. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും. അപ്പോൾ ശരീരം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ സ്കിന്നിൽ വരുന്ന എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കാം, സോറിയാസ് ആയിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ തന്നെ ആണോന്നില്ല. ചിലപ്പോൾ അത് BP-യുടെ രൂപത്തിലായിരിക്കും, ഡയബറ്റീസിൻ്റെ രൂപത്തിലായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ്റെ രൂപത്തിലായിരിക്കാം, സൈനസിൻ്റെ രൂപത്തിലായിരിക്കാം, അലർജിയുടെ രൂപത്തിലായിരിക്കാം, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടായിരിക്കാം. അപ്പോൾ അതെങ്ങനെ നമ്മളിൽ പ്രകടമാവും എന്നുള്ളത് നമുക്കത് ഒരിക്കലും ഇന്ന രീതിയിൽ തന്നെ വരുമെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ച് കഴിക്കുമ്പോൾ അത് നാച്ചുറലായിട്ടുള്ള സാധനമാണ് നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഇൻസെക്ടിസൈഡൊന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുണ്ടായ ഒരു മാങ്ങ എടുത്ത് കഴിക്കുന്നതും വെളിയിൽ നിന്ന് മേടിക്കുന്ന ജ്യൂസ് മേടിച്ച് കുടിക്കുന്ന ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ നേക്കടയിൽ നിന്ന് വെറുതെ നോക്കുന്ന സമയത്ത് ഒരുപോലെ തോന്നുമെങ്കിലും, ഒരേ കളർ ഒരേ ടേസ്റ്റ് തോന്നുമെങ്കിലും വലിയ മാറ്റങ്ങൾ അതിനകത്തെ കണ്ടൻറ്റുകളിലുണ്ട്. ഓക്കെ, ഇപ്പം പല സോഷ്യൽ എക്സ്പെരിമെൻറ്റിലും അല്ലേ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. കെമിക്കൽ മിക്സ് ചെയ്ത് ഒന്ന് സ്റ്റിർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ മാംഗോ ജ്യൂസ് ആണെന്ന് പറയുന്നത് വെറും കളറിങ് ഏജൻറ്റും ടേസ്റ്റ് മേക്കറുമാണ്. വെറും വെള്ളത്തിൽ കളറിങ് ഏജൻറ്റും ടേസ്റ്റ് മേക്കറും ആഡ് ചെയ്താണ് ഇത് വരുന്നത് എന്നുള്ളത് പ്രധാനം. അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ ലഭിക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് വളരെ വലിയൊരു ഹെൽത്ത് ഫാക്റ്റാണ്, അതുപോലെ ഹെൽത്ത് റിസ്ക്കാണ് നമ്മളധികം പാക്കേജ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. കാരണം അത് റെഡിമെയ്ഡായിട്ട് വരുന്നതാണ്. ഓക്കെ, കമ്പനികൾ നമ്മുടെ ഹെൽത്തിനെക്കാട്ടി കൂടുതൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ലാഭം തീർച്ചയായിട്ടും ശ്രദ്ധിക്കും എന്നുള്ള കാര്യം പറക്കാതിരിക്കുക. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും
നമ്മുടെ ശരീരത്തിനായിട്ട് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നേച്ചറിനോട് എത്രയും ഡയറക്റ്റായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നോ അതായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റബിൾ ആകുന്നത്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം മുതൽ തീർച്ചയായും നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല രീതിയിൽ കൺട്രോൾ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഹോമിയോപ്പതി എന്നുള്ള ഒരു വിഷയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മിക്കവാറുള്ള എല്ലാ കാര്യങ്ങൾക്കും മരുന്നുകളുണ്ട്. സിംറ്റംസ് അനുസരിച്ച് അതിനകത്ത് മെഡിസിൻ വരും. ഇപ്പം വലതുവശത്തും ഇടതുവശത്തും തലവേദനയാണെങ്കിൽ നമ്മൾ ഒരേ മരുന്നല്ല, വേറെ വ്യത്യാസമുണ്ട്. ഓരോ ആൾക്കാരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് പോലും മരുന്നിൽ വ്യത്യാസമുണ്ട്. വരുന്ന സാഹചര്യം അനുസരിച്ച്, വരുന്ന കോസ് അനുസരിച്ച്, കാരണം അനുസരിച്ച് എല്ലാം മരുന്നിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വളരെയധികം ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. ആ ഇൻഡിവിജ്വലിനാണ് ഹോമിയോപ്പതിയിൽ മരുന്നുള്ളത്, അല്ലാതെ ആ ഒരു ഡിസീസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അസുഖങ്ങൾക്ക് ഹോമിയോപ്പതിയെ നിങ്ങളെ ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾ കാണാനും അതിൽ നിന്നൊരു മരുന്നെടുക്കാനും ട്രൈ ചെയ്യുക. അതിൻ്റെ ആക്ഷൻ വളരെ ജെൻറ്റിലാണ്. ഓക്കെ, നമുക്ക് ഉണ്ടാകുന്ന മാറ്റം, എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി എന്നുള്ളത് ആ ഒരു ആസ്പെക്റ്റിൽ ഇപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഗ്രാജുവലായിട്ട് നമ്മുടെ ശരീരത്തിനെ ഡെവലപ്പ് ചെയ്ത് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾ വെളിയിൽ നിന്ന് മേടിച്ച് കഴിച്ച ഭക്ഷണവും തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകളാണ് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള, അതും താഴെ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭം നേരുന്നു. Until next time, next video കാണുന്നവരെ താങ്ക് യു.